ഞാനീ ചെയ്യുന്നത് തെറ്റായി പോകുമോ? റിയ സത്യം തന്നെയായിരിക്കുമോ പറയുന്നത്? ചിലപ്പോൾ അവൾ തെറ്റിദ്ധരിച്ചതാവാം. മാം എത്രയും പെട്ടെന്ന് തന്നെ ഇത് നടപടി എടുക്കണം. ഓഫ് കോഴ്സ് നമ്മൾ എന്തായാലും നടപടി എടുക്കും. ഞാൻ എന്താ വേണ്ടതെന്ന് ഒന്നുകൂടി ആലോചിക്കട്ടെ. ചിന്തിക്കാനോ? ഇതിനകത്ത് എന്താ ചിന്തിക്കാനുള്ളത്? മീര, ഞാൻ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. അതുകൊണ്ട് ഓരോ ഡിസിഷൻ എടുക്കുമ്പോൾ എനിക്ക് നന്നായി ചിന്തിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മാനക്കേടുണ്ടാകുന്നത് നമ്മുടെ സ്കൂളിലാണ്. ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മീര തയ്യാറാണോ? ഞാൻ പറയുന്നത് മീരയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഡിസിഷൻ എടുത്തോളൂ. എന്നാൽ മീര പൊക്കോളൂ. മീര ഇനി ഇതിൽ ഇടപെടണ്ടോ? ഇങ്ങനൊരു സംഭവം നടന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്റെ മകൾ എന്തൊക്കെ സഹിച്ചു? പോലീസ് പറഞ്ഞത് ഈ തെറ്റുകൾ പോക്സോയുടെ കീഴിൽ സ്കൂൾ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇതുവരെ ആരും ഒന്നും ചെയ്തില്ല? എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ പോലീസിൽ അറിയിച്ചില്ല? ഐ ഡിഡ്ന്റ് ആൻസർ. സാർ, ഞാൻ ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും? വീട് അമ്മ വന്ന് നോക്കുകയാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നുള്ളത് എങ്ങനെ ഞാൻ അറിയുന്നത്? മാം നിങ്ങൾ എന്താണ് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞതാണിത്. What nonsense are you talking? സർ, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾ അറിയിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇങ്ങനെ സംഭവം നടന്നത് നിങ്ങൾ പ്രിൻസിപ്പലിന്റെ കയ്യിൽ എഴുതി വാങ്ങിച്ചിരുന്നോ? ഇല്ല, കാരണം പ്രിൻസിപ്പൽ എന്നോട് എല്ലാം തെളിവുണ്ടാകും. മീര, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇതിലൊരു കാര്യം കൊണ്ടുവരുന്നത് ഓഫീസർക്കൊന്നും നടന്നിട്ടില്ല. മിസ് മീര, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. ഒരു കുട്ടി സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കുമ്പോൾ മുതിർന്നവർ പ്രവർത്തിക്കാനുള്ള ധൈര്യം കാണിക്കണം. ഓർക്കുക, പോക്സോ റൂൾ ഈസ് ടു പ്രൊവൈഡ് സേഫ്റ്റി ആൻഡ് നോട്ട് ടു ഹൈഡ് തിങ്സ്.